തിരുവനന്തപുരം ചെറിയതുറയിൽ സ്വയം സഹായ സംഘങ്ങളുടെ ബാങ്ക് വായ്പ തട്ടിയെടുത്ത കേസിൽ പ്രതികൾ ഒളിവിൽ. ബാങ്ക് മാനേജർ രാജേഷ് അടക്കം 5 പേർക്കെതിരെയാണ് പോലീസ് കേസ്. വായ്പ നൽകിയ ഇന്ത്യൻ ബാങ്കും തിരുവനന്തപുരം കോർപ്പറേഷനും ഇടപാടിന്റെ രേഖകൾ പോലീസിന് കൈമാറി. ചെറിയതുറയിലെ വീട്ടമ്മമാരെ കബളിപ്പിച്ച് ബാങ്ക് വായ്പ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് പ്രതികൾ ഒളിവിൽ പോയത്. ഗ്രേസി എന്ന ഡെയ്സി ജോസഫ്, അനീഷ്, അനു, അഖില, ബാങ്ക് മാനേജർ രാജേഷ് ഉൾപ്പെടെ 5 പേരെ പ്രതി ചേർത്താണ് കേസ്. ചെറിയതുറ സ്വദേശി ഗ്രേസിയാണ് തട്ടിപ്പിലെ മുഖ്യകണ്ണി. പ്രദേശവാസികളായ വീട്ടമ്മമാരുടെ പേരിൽ വായ്പയെടുത്താണ് തട്ടിപ്പ്. ഇന്ത്യൻ ബാങ്കിന്റെ ഈഞ്ചക്കൽ ശാഖയിൽ നിന്നും 25 ലക്ഷം രൂപയാണ് വായ്പയെടുത്തത്. സംരംഭത്തിന് വേണ്ടി സംഘങ്ങൾ രൂപീകരിച്ച് വീട്ടമ്മമാർ എടുത്ത വായ്പ പൂർണ്ണമായും ഗ്രേസിയും സംഘവും തട്ടിയെടുത്തു. ഇതോടെ വീട്ടമ്മമാർ കുരുക്കിലായി. വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ ബാങ്ക്. ഇതോടെയാണ് വീട്ടമ്മമാർ പോലീസിനെ സമീപിച്ചത്. പ്രതി അനീഷിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണമെത്തിയത്. അനീഷ് ആർക്കൊക്കെ പണം കൈമാറിയെന്ന് പരിശോധിക്കുകയാണ് പോലീസ്. വായ്പാ ഇടപാടിന്റെ രേഖകൾ ബാങ്കും തിരുവനന്തപുരം കോർപ്പറേഷനും പോലീസിന് കൈമാറിയിട്ടുണ്ട്. രേഖകൾ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. റിപ്പോർട്ടർ ആർ റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.